തൃശൂരിലെ കലാവേദികളെ സ്ഥിരം ആസ്വാദകരാണ് പേരാമംഗലം സ്വദേശികളായ സുമയും ജയയും. തൃശൂരിൽ കലോത്സവം എത്തിയപ്പോഴെല്ലാം മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇരട്ടകളും എത്തിയിരുന്നു. കലാകാരികളായ ഇരട്ടകൾ കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക മാത്രമല്ല, നല്ലൊരു പാട്ടും കേരള വിഷന് വേണ്ടി പാടി. റിയാസ് കെമാറും ക്യാമറമാൻ അരുൺ മുഴക്കുന്നും തയ്യാറാക്കിയ വാർത്ത കാണാം. തൃശ്ശൂരിൽ എവിടെയൊക്കെ കലാപരിപാടികളുണ്ടോ അവിടെയൊക്കെ തുടർച്ചയായി ഒരുമിച്ച് വർഷങ്ങളായി കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും പോകുന്ന രണ്ടുപേരുണ്ട്. അവരുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അവർ ഏത് മത്സരത്തിനുണ്ട്. അവർ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും എത്തിയിരുന്നു. ഇന്ന് സംഘനൃത്തത്തിൻ്റെ ആ ഒരു മത്സരം കാണാൻ അവർ ഉണ്ടായിരുന്നു. രണ്ട് പേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെയാണ്. അതിനൊരു കാരണം അവർ ഇരട്ടകളാണെന്നുള്ളതാണ്. ആ രണ്ട് സഹോദരിമാരാണ്. അവരുടെ പേര് വയ്ക്കാം. എന്തായാലും ഞാൻ ആദ്യമേ തന്നെ പറയും, പേരാമംഗലം സഹോദരി അല്ലെ, സിസ്റ്റേഴ്സ്. പിന്നെ എന്താ പേരെന്താ? സുമ. സുമ. ജയ. 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 ഇതിൽ പരസ്പരം ആളുകൾക്ക് ആള് മാറിപ്പോവാറുണ്ടോ? ഐഡന്റിക്കൽ ആയതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും മാറും. പക്ഷെ നമ്മൾ കുറെ ഇടപഴകി കഴിഞ്ഞാല് മനസ്സിലായി തുടങ്ങും. ഈ അടുത്ത വർഷങ്ങളിലായിട്ട് ഇതിപ്പോ തൃശ്ശൂർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയല്ല. പക്ഷെ അടുത്ത വർഷങ്ങളായിട്ട് ഇത് മൂന്നാമത്തെ തവണയാണ് അല്ലെ കലോത്സവം വരുന്നത്. ഈ 3 കലോത്സവം കണ്ടോ? 3-നും വന്നിട്ടുണ്ട്. 3-നും വന്നോ? പക്ഷെ എല്ലാ ദിവസവും വന്നില്ല. ഞങ്ങൾ പറ്റുന്ന ദിവസമൊക്കെ വന്ന് കാണാറുണ്ട്. ജോലി എന്താ ചെയ്യുന്നത്? ഞങ്ങളിപ്പോ ഒരു കാറ്ററിംഗ് ആണ്. അതും ഒരുമിച്ചാണ്. ജീവിതത്തില് ജനിച്ചത് ഒരുമിച്ച്, നടക്കുന്ന ഒരുമിച്ച്. ബെൻസൺ ട്വിൻസ് ആണ്. എന്താ അവരുടെ പേരെന്താ? പ്രകാശ്, സുരേഷ്. ഇതില് ആരുടെ ഭർത്താവ്? പ്രകാശ്. എന്റെ പേര് സുമയല്ലേ? സുരേഷ്. ജയയുടെ ഭർത്താവ് സുരേഷ് അല്ലേ? ഈ പേരാമംഗലത്ത് സ്ഥിരമായിട്ട് നിങ്ങളെ ഇങ്ങനെ ഈ സ്ഥിരമായിട്ട് ഒരുമിച്ചാണ് എല്ലാ കലാപരിപാടിയും കാണാൻ പോകുന്നതെന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പൊ നാട്ടുകാരെന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളെ പേരിട്ട് വിളിക്കാറുണ്ടോ ഈ പേരാമംഗലം? അതായത് പേരാമംഗലം സിസ്റ്റേഴ്സ് എന്നല്ലാതെ ഈ കലാപ്രേമികളായതുകൊണ്ട് സുജാസ് എന്ന് പറയും. സുമയുടെ ഫസ്റ്റ് ലെറ്ററും ജയയുടെ ഫസ്റ്റ് ലെറ്ററും. അപ്പൊ സുജ. ഞങ്ങളുടെ കാറ്ററിംഗിന്റെ പേരും സുജാസ്. അതാണ് സംഗതി അല്ലേ? പിന്നെ ഈ കലാസ്വാദനത്തിനപ്പുറത്തേക്ക് കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കലാപരമായിട്ട് ഞങ്ങൾ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ടീമുണ്ട്, 3 ടീമുണ്ട്. പാട്ട് പാടുവോ? കുറച്ചൊക്കെ. ഒരു പാട്ടായാലും നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടായാലും. ഏത് പാട്ട് പഠിക്കൂ? ഏതായാലും പഠിക്കൂ. ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മനോഹരമായ പാട്ട് അതാലോചിച്ചോ പെട്ടെന്ന് തന്നെ അല്ലേ? ഇവര് ഈ പേരാമംഗലം സിസ്റ്റേഴ്സ്, സുജാസ്, അങ്ങനെയാണ്, സുമയും ജയയും. ആ സുജാസ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഏത് പാട്ട് പാടുന്നുള്ളത്. പഴയതായാലും മതി, നമുക്ക് പഴയത് അതിന്റെ ഓർമ്മയല്ലേ. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴും നേൻ തൊഴും നേൻ തൊഴും നേൻ ഞാൻ തിരുനാഗതളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. നമ്മൾ ഇത്രയും നേരം ഒരുപാട് കലാകാരന്മാരുടെ കൗമാര പ്രതിഭകളായിട്ടുള്ള കലാകാരന്മാരുടെയും കലാകാരിമാരുടെയും വിശേഷങ്ങളാണ് കേട്ടതെങ്കിൽ കലാസ്വാദകരാണ് അവരെയൊക്കെ വിജയിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. ഇവർ കലാസ്വാദകർ മാത്രമല്ല, കലാകാരന്മാർ കൂടിയാണ്. ഈ സുജാസ് സഹോദരങ്ങൾ, പേരാമംഗലം ട്വിൻസ് എന്ന് പറയാൻ നമുക്ക് കഴിയും. അവർ ഇനിയും കലാമത്സരങ്ങൾ കാണും, കലയെ പ്രോത്സാഹിപ്പിക്കും. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.